ടു സി വിത്ത് എലിസ. ഇന്ന് കൂടെയുള്ളത് സുധീഷ് ബ്രോയാണ്. ആരാണ് സുധീഷ് ബ്രോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ സഞ്ചാരികൾക്കും ഇഷ്ടമാണ് ഒരു പ്രാവശ്യമെങ്കിലും ലഡാക്കിൽ വരണമെന്നുള്ളത്. അപ്പോൾ ഇവിടെ ലഡാക്കിൽ വർഷങ്ങളായിട്ട് വന്ന് താമസിക്കുന്ന ഒരു മനുഷ്യൻ, വെറുതെ താമസിക്കുക മാത്രമല്ല, ലഡാക്കിൽ വരാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലേ? ടൂർ പാക്കേജ് ഒക്കെയാണ് കൂടുതൽ ചെയ്യാറ്. എത്ര വർഷം നമുക്ക് ഇവിടെ ഗസ്റ്റ് ഹൗസ് നിങ്ങൾ അതാണ് ഞങ്ങള് താമസിച്ചത് ഇവിടെയാണ്. സുധീഷിന്റെ വൈഫ് ജോഷ്ന. അപ്പൊ അവരിവിടെ നടത്തുന്ന ഈ ഒരു സ്റ്റേയിലാണ് ഞങ്ങൾ നിന്നത്. കേരള ഹൗസ്. ഇവിടെ എല്ലാം മലയാളികൾ മാത്രമല്ലേ വരുള്ളൂ, അല്ലെ വേറെ ആൾക്കാർ വരാറുണ്ടോ? തമിഴ് കുറച്ച് ആൾക്കാരൊക്കെ വരും, കൂടുതലും മെജോറിറ്റി മലയാളികളാണ്. ലഡാക്കിലുള്ള മിക്കവാറും മലയാളികളൊക്കെ നമുക്ക് ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റും. എത്ര നാളായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇതിപ്പോ ഈ ഗസ്റ്റ് ഹൗസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 8 വർഷം അടുപ്പിച്ചായി. അത് 5 വർഷം കഴിഞ്ഞു. ഇനി മുന്നേ വേറൊരു ബിൽഡിങ്ങിലായിരുന്നു, അപ്പുറത്തെ ബിൽഡിംഗിൽ മൊത്തം 8 വർഷമായി. ലഡാക്കില് താമസിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷം. പക്ഷെ എന്തോ 13 വർഷം ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ ബിസിനസ് ഒക്കെ ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 13 വർഷമായി. 13 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ലഡാക്കിൽ ഇങ്ങോട്ട് പോരാനിരിക്കുന്ന ആളുകൾക്കൊക്കെ, സാധാരണക്കാർക്കുണ്ട്, അതായത് ട്രാവലേഴ്സിന് അങ്ങനെ വലിയ സംശയമൊന്നും കാണത്തില്ല. പക്ഷെ അങ്ങനെ അല്ലാത്ത, എന്നാൽ ലഡാക്കിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ കുറെ പേടിയുണ്ട് ലഡാക്കിനെ പറ്റി. അതൊക്കെ ശരിക്കും ആ പേടികളൊക്കെ അങ്ങനെ വേണ്ടതാണോ, അല്ലെ എന്തൊക്കെ ചെയ്യാം? പേടിയുടെ ആവശ്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ചില ആളുകൾക്ക് ഈ ആൾട്ടിറ്റ്യൂഡ് സിക്നസിന്റെ ചെറിയ ഇഷ്യൂസ് വരാറുണ്ട്. അത് പക്ഷെ ഒരു 2 ദിവസം നന്നായിട്ട് റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാകും. പിന്നെ റെസ്റ്റ് എടുത്തിട്ട് ശരിയാകാത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ഛർദിയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് അത് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു 2-3 മണിക്കൂർ അവിടെ ട്രിപ്പില്ല. ചിലപ്പോ ചിലർക്ക് ഭയങ്കര ക്ഷീണമുള്ളവർക്ക് ട്രിപ്പ് ഇടും. പിന്നെ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് റെഡിയാവും. ഞാനും ഇപ്പം എന്താ പറയാ, ഇപ്പം നിലവിൽ നമ്മൾ ഇവിടാണല്ലോ ഉള്ളത്. അപ്പൊ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ വന്നപ്പോൾ നമ്മളോട് പറഞ്ഞു ഒരു ദിവസം പുറത്തേക്കേ ഇറങ്ങി പോരുത്, നന്നായി വെള്ളം കുടിച്ചോളാം. അത് ശരിക്കും നമ്മള് അതങ്ങ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏറെക്കുറെ ഓക്കെ ആവും അല്ലെ? ഒരു 80% അതിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഡേ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, രണ്ടാമത്തെ ഡേയും നന്നായിട്ട് റെസ്റ്റ് എടുക്കണം എന്നാണ്. പക്ഷെ രണ്ടാമത്തെ ഡേയും കൂടെ ആൾക്കാരെ റൂമിൽ അടച്ചിടാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് പുറത്തൊക്കെ ഒന്ന് പോയിക്കോളാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ലോക്കൽ സൈറ്റ്സ്, അതെ അതെ, ലോക്കലിലൊക്കെ പോവാം. ഒരു ദിവസം മൊത്തം അത്ര നമ്മളെ ഒത്തിരി ക്ഷീണിക്കാത്ത രീതിയിൽ ഒരു ട്രിപ്പൊക്കെ വെക്കാം. ലഡാക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയം എന്താ? ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ തുടങ്ങുമ്പോ തൊട്ട് സീസൺ എൻഡ് വരെ നല്ല സമയം തന്നെയാണ്. പിന്നെ തണുപ്പ് അധികം അനുഭവിക്കേണ്ടാത്തവർക്കാണെങ്കിൽ ഒരു മെയ് തൊട്ട് വരാം. മെയ് തൊട്ട് ഒരു ഒക്ടോബർ വരെ തണുപ്പ് അധികം ഇല്ല. അപ്പോ ഒരു മീഡിയം. ഇപ്പൊ ഞങ്ങളൊക്കെ ഫീൽ ചെയ്യുന്ന പോലത്തെ ഇപ്പൊ ഇച്ചിരി ചൂടുള്ള സമയം. ഇനി അങ്ങോട്ടൊരു 1 മാസത്തേക്ക് കുറച്ച് ചൂടുണ്ടാവും. പക്ഷെ ആദ്യം ഈ മാർച്ച് കഴിഞ്ഞിട്ടുള്ള സമയം, ഏപ്രിലും പിന്നെ ലാസ്റ്റ് നവംബർ അടുത്തോണ്ട് വരുന്നൊരു സമയം ഉണ്ടല്ലോ, ആ സമയം നല്ല തണുപ്പുണ്ടാവും. അപ്പൊ വരുമ്പം ഐസ്, മലകൾ മുഴുവൻ ഐസ് കവർ ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ചൂട് കൂടുന്നവരും ഐസ് കുറയും, അപ്പൊ പച്ചപ്പ് കൂടും. ഓരോ സമയത്ത് ലഡാക്കിന് ഭംഗിയാണ്. അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞങ്ങൾക്കൊരു 70+ ഒക്കെ ഉണ്ട്, ഞങ്ങൾക്ക് വരാവോ? അപ്പൊ ഇതിന് എന്തെങ്കിലും ഒരു പ്രായമുണ്ടോ നമുക്ക് ലഡാക്ക് വിസിറ്റ് ചെയ്യാൻ? ലഡാക്ക് വിസിറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ല. പക്ഷെ ഹെൽത്ത് നല്ലതാണെങ്കിൽ ഏത് പ്രായത്തിലും വരാം. പക്ഷെ ഹെൽത്ത് മോശമാണെങ്കിൽ 50 വയസ്സായാലും 40 വയസ്സായാലും എല്ലാം പ്രശ്നമാണ്. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ ഓക്സിജൻ ഇൻടേക്ക് കുറവല്ലേ. അതായത് അപ്പോ നമ്മൾ ശ്വസിക്കുന്നത്, നമ്മളുടെ ശരീരത്തിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടണം. അപ്പൊ ശരീരം അത്രയും ഫിറ്റുള്ള ആൾക്കാരാണ് നല്ലത്. വെൽ ഫിറ്റ് എന്നല്ല, അത്യാവശ്യമെങ്കിലും ഹെൽത്ത് ഓക്കെ ആണ് എന്നുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഈ അക്ലമറ്റൈസേഷൻ ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഞങ്ങളൊരു 25 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ ചെയ്തിരുന്നു. അവർക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം പോലും വന്നില്ല. അവർക്കൊരു തലവേദന പോലും വന്നില്ല. കാരണം അവർ അത്രയും നന്നായിട്ട് വരുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചു. അതിനകത്ത് 1-2 പേരൊക്കെ വരുന്നതിന് മുമ്പ് 1 മാസം മുന്നേ ഡെയിലി 5 കിലോമീറ്ററോ 6 കിലോമീറ്ററോ നടന്നിട്ടാ ഇങ്ങോട്ട് വന്നതെന്നാ പറഞ്ഞു. പക്ഷെ അവരെ ഉമ്മിലിംഗിലെ വരെ കൊണ്ടുപോയി. നല്ല ഏജുള്ള ആൾക്കാരാണ് എല്ലാരും. അതിനകത്ത് ഒരാൾക്ക് എന്തോ ഹാർട്ടിൽ എന്തോ ചെറിയ ഇഷ്യൂ ഒക്കെ വന്നിട്ട് ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വളരെ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാണ് വന്നത്. പുള്ളിയുടെ ഡോക്ടറോട് ചോദിച്ചിട്ടാണ് വന്നത്. അപ്പൊ ഓക്കെ ആയിരുന്നു. എല്ലാരും ഞങ്ങള് ഉമ്മിലിംഗിലെ കൊണ്ടുപോയി ഫുൾ
19,000 അടി കൊണ്ടുപോയി അല്ലേ? ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചുപോയി. അപ്പൊ ഇതാണ് നമ്മുടെ പ്രായത്തെ കുറിച്ചുള്ള ഡൗട്ട് ഇവിടെയാണ് മാറുന്നത്. പിന്നെ ചിലർക്കുള്ള ഒരു ഇതാണ്, ഇവിടെ വന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ യാത്രയാണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, കുറെ നടക്കേണ്ടി വരും, അങ്ങനെയുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു. ഇല്ലല്ലേ? ഇല്ല, അതായത് അല്ലേ, അങ്ങനെയല്ലേ? എല്ലായിടത്തും വണ്ടി എത്തുന്ന സ്ഥലങ്ങളാണ്, നമ്മളത്ര വലിയ ആയാസപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പം പല സ്ഥലത്തും പോകുമ്പം ദൂരെ പോയിട്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ട് ദൂരെ പോയിട്ട് കാണേണ്ട സ്ഥലങ്ങളുണ്ടല്ലോ. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരു 300 മീറ്റർ അല്ലേ? അത്രേ ഉള്ളൂ. ഭയങ്കര അതായത് അങ്ങനെയുള്ള ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. നമ്മള് ഇവിടെ ട്രാവൽ ചെയ്യുമ്പോ ട്രാവൽ ചെയ്യുന്ന ഇത്ര കിലോമീറ്റർ എന്ന് പോലും നമ്മൾ അറിയുന്നില്ല. ഇവിടെ ഒന്ന് ട്രാഫിക് ഇല്ലാത്തതുകൊണ്ട് പിന്നെ നീണ്ടു കിടക്കല്ലേ വഴി. വിശാലമായിട്ടുള്ള റോഡല്ലേ, റോഡ് അടിപൊളി റോഡാണ് എടുത്തത്. എല്ലാ ദിവസവും ഒരു 150 കിലോമീറ്റർ യാത്ര ചെയ്യണം, പക്ഷെ നമുക്കതൊരു 80 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഫീലല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതും ഓരോ മലകൾക്കും ഓരോ ഭംഗിയാണ് അല്ലേ? ഓരോ ബെൻഡ് കഴിയുന്നവരും നമ്മുടെ കാഴ്ച വേറെ വേറെ ആകുന്നോണ്ട് നമുക്കത്ര ഫീൽ ചെയ്യില്ല ഈ യാത്രയുടെ. ടയർഡ് ആവണില്ല. പിന്നെ കറക്റ്റ് ആയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ എവിടെയാണെങ്കിലും ആ ഒരു ഹോട്ടലിന്റെ അടുത്ത് നമ്മൾ എത്തും. നൈറ്റ് റെസ്റ്റ് ആണ്. പക്ഷെ അങ്ങനെ ഭയങ്കര ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 4 മണിക്ക് നേരം വെളുക്കും, 8:30 ആകുമ്പോഴേ സൂര്യൻ അസ്തമിക്കുള്ളൂ. അതുകൊണ്ട് ഇഷ്ടംപോലെ പകലുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. അതെ, സത്യം അതാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് ഇങ്ങനൊരു കാര്യം എനിക്ക് അറിയേയില്ലായിരുന്നു. ഇവിടെ മോർണിംഗ് ഇങ്ങനെ ഡേ ടൈം കൂടുതലാണെന്നുള്ളത് അതെന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. നല്ല രസകരമായിട്ടുള്ള ആൾക്കാര് വാച്ചിന് നോക്കുമ്പോ അയ്യോ 8:30 ആയോ, ഞങ്ങള് വിചാരിച്ചു 5 മണി ആയുള്ളൂ, 6 മണി ആയുള്ളൂ വിചാരിക്കും. അതെ, അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പം ഇപ്പൊ എങ്ങനെയാണ് ലഡാക്കിലേക്ക് ഇപ്പൊ സുധീഷക്ക് തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇപ്പോഴത്തെ ഒരു കാലം അനുസരിച്ചിട്ട് ട്രാവലേഴ്സ് എങ്ങനെയാ? ഇപ്പോഴാണോ കൂടുതൽ, അല്ലെങ്കിൽ അന്നായിരുന്നോ? ഈ കൊറോണ കഴിഞ്ഞ പിന്നെയാണ് ട്രാവലേഴ്സ് ഇങ്ങോട്ട് കൂടിയത്. അതിനു മുമ്പ് കുറവായിരുന്നു, എന്നാലും നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ചും കൂടെ അഡ്വഞ്ചർ ആയിട്ടുള്ള ചെറുപ്പക്കാരും ഒക്കെ ആയിരുന്നു അന്ന് കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ പക്ഷെ എല്ലാ ഏജിലുള്ള ഫാമിലി ഒക്കെയാണ് കൂടുതൽ വരിക. ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞെന്നാ എനിക്ക് തോന്നുന്നത്. ഫാമിലിയാണ് കൂടുതൽ വരുന്നത്. പിന്നെ അതുപോലെ ഇവിടുത്തെ സീസൺ അല്ലാത്തൊരു സമയം വരുമല്ലോ, അപ്പം നിങ്ങൾ നാട്ടിലേക്ക് പോവോ? ഞാൻ നവംബർ ആകുമ്പോഴത്തേക്കും വീട്ടിൽ പോകും. അവിടെ നാട് ഇടുക്കിയാണ്. ഇടുക്കി ബൈസൺ വാലി എന്ന് പറയും, മൂന്നാറിനടുത്താണ്. അപ്പൊ നവംബറിൽ പോയിട്ട് ഞാൻ മാർച്ചിൽ ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ. അതുവരെ ഇവിടെ ക്ലോസ്ഡ് ആണല്ലോ. ഇവിടെ എല്ലാം അടച്ചിട്ട്. ഇവിടെ എല്ലാ ഹോട്ടൽസും അങ്ങനെയാണ്. വളരെ റെയർ ആയിട്ട് 1-2 ഹോട്ടൽസേ ഇവിടെ തുറക്കുള്ളൂ ആ സമയത്ത്. കാരണം ഇവിടെ ഈ ടോയ്ലറ്റ്സ് ഒക്കെ ഫ്രീസ് ആകുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പം പുറത്തും രാജ്യങ്ങളിലെ പോലെ അത്രയും ഫെസിലിറ്റി ഉള്ള സ്ഥലമല്ലല്ലോ. അപ്പോ അതുകൊണ്ട് പല ഹോട്ടൽസും റൺ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളത് ക്ലോസ് ചെയ്യും. ഞങ്ങൾ തന്നെ ഇപ്പൊ ഒരു 9 days or 10 days ആയി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 10-12 ദിവസത്തോളമായി. അപ്പൊ ഇത്രയും വലിയൊരു പാക്കേജ് ചെയ്യുന്നതുണ്ട്, ചെറിയ പാക്കേജ് ചെയ്യുന്നുണ്ട്. അതായത് ലഡാക്ക് കാണാനായിട്ട് നമുക്ക് നമ്മളുടേതായ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരാൻ പറ്റുന്ന രീതിയിലാണ് പാക്കേജ് ചെയ്യുന്നത് അല്ലേ? അതെങ്ങനെയാണ് ഒന്ന് പറയാവോ? ഇവിടെ ഇവിടുത്തെ ഈ പാക്കേജിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് റൂം കാറ്റഗറി. റൂം വലിയ എക്സ്പെൻസ് ഉള്ള റൂം ആകുമ്പോൾ പാക്കേജിന്റെ റേറ്റ് കൂടും. പിന്നെ ദിവസങ്ങൾ കൂടും, സ്ഥലങ്ങൾ കൂടുന്നതിനനുസരിച്ച് പാക്കേജിന്റെ റേറ്റ് കൂടും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങള് ഒരു 5 രാത്രി 6 ദിവസവും കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് പാങ്കോങ് ലേക്ക്, നുബ്ര വാലി, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ്. ഇപ്പോ ഫേമസ് ആയി വരുന്ന പല പല സ്ഥലങ്ങളും ഉണ്ട്. പക്ഷെ നേരത്തെ തൊട്ടേ ആൾക്കാർ വന്നു പോകുന്നത് ഈ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് 5 ദിവസമൊക്കെ മതി നമുക്ക്. അതാണ് ഏറ്റവും ചെലവ് ചുരുക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കേജ്. അപ്പൊ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ നമ്മുടെ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് വിളിച്ചു ചോദിച്ചാൽ നമുക്ക് താഴെ നമ്പറിൽ വിളിച്ചാൽ മുഴുവൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്, ഫുൾ കവർ ചെയ്യണോ ലഡാക്ക് അല്ലേ, അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടാൽ മതിയോ, എങ്ങനെ കാണണോ നിങ്ങൾക്ക് തീരുമാനിക്കാം, വിളിക്കാം. അതനുസരിച്ച് നമുക്ക് എല്ലാം ചെയ്തു തരാൻ നമ്മളോട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സുധീഷ് ബ്രോയും അവരുടെ കേരള ഹൗസും ജോഷനൊക്കെ ഉള്ളത്. അപ്പൊ ഒരുപാട് സന്തോഷം. ഞങ്ങൾക്കും ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും നല്ല ദിവസങ്ങളായിരുന്നു. എല്ലാത്തിനും ഒരുപാട് സന്തോഷം, ഒത്തിരി സ്നേഹം. ഇന്ത്യയിൽ കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാന്ന് ഇപ്പൊ ചോദിച്ചാൽ ഏതാന്ന് പറയും? ഇന്ത്യയിൽ കണ്ടിട്ടോ സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് പോയിട്ടില്ല ബ്രോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, ഞാൻ ഇങ്ങനെ വിചാരിച്ചേ ഇല്ല ഇത്ര
പൊക്കി പറയരുത് കേട്ടോ അല്ലല്ല, ലഡാക്കിനെ. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. അതായത് അതിപ്പോ നമ്മൾ പൊക്കി പറയാണെന്ന് വെച്ചാൽ ഈ ട്രാവൽ ചെയ്യുന്നവർക്ക് മനസ്സിലാവും അതല്ലേ ട്രാവലേഴ്സ് അങ്ങനെയാണെന്നുള്ളത്. എനിക്കത് പറയുമ്പോ ഇങ്ങനെ രോഗം എഴുന്നേറ്റ് വരും. കാരണം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ചുറ്റും മലയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലം, അതിന്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നു, അത്രേ ഉള്ളെന്നാ. പക്ഷെ ഇത്രക്കും സ്ഥലങ്ങൾ തമ്മിൽ ഇത്ര വ്യത്യാസമുണ്ട്, കാഴ്ചകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊക്കെ ഇങ്ങനെ അത് ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മള് ഒരുപാട് സ്ഥലങ്ങൾ ആളുകൾ കാണാൻ പോകുന്നുണ്ട്, വിദേശത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട് കണ്ടിരിക്കണം. സന്തോഷം ലഡാക്കിൽ വരുന്നതിന് മുമ്പ് ആൾക്കാർ പറയാറുണ്ട് ലഡാക്കിൽ തന്നെ വെറും മരുഭൂമി പോലത്തെ സ്ഥലം മാത്രമല്ലേ ഉള്ളൂ എന്ന്. പക്ഷെ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോ ആ കാഴ്ചപ്പാടൊക്കെ മാറും. ആ വെറുതെ ഇത് എന്നെ പോലെ ഇങ്ങനെ രോഗം എഴുന്നേറ്റ് വരും. അപ്പൊ അത്രയൊക്കെ സൂപ്പർ ആയിരുന്നു. താങ്ക് യു സോ മച്ച്.